ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് വൺ പ്ലസിൻ്റെ ഭാഗത്തു നിന്നും റിലീസായിട്ടുള്ള രണ്ട് ബഡ്സിനെ കുറിച്ചാണ്. അതിൽ ഒന്ന് മാത്രം നമുക്കിപ്പോൾ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്യുന്നുള്ളൂ. ബഡ്സ് 3 പ്രോ, വൺ പ്ലസിൻ്റെ ബഡ്സ് 3 പ്രോ റിലീസായിട്ട് കുറച്ച് ദിവസമാണെങ്കിൽ പോലും നമുക്ക് കയ്യിൽ ഇപ്പോഴാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോഴാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് തന്നെ പറയാം. എന്താണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഫസ്റ്റ് വീഡിയോ ആണ്, ടെക്കിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാൻ. നമുക്ക് കുറച്ച് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ബഡ്സിനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. വിത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് ബഡ്സ് 2 പ്രോനെക്കാട്ടും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാക്കിങ്ങിന് നല്ല വ്യത്യാസം വരുന്നുണ്ട്. പാക്കിങ്ങിന് നല്ല വ്യത്യാസം വരുന്നുണ്ട് പറഞ്ഞാൽ, അതൊരു റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിംഗ് ആയിരുന്നെങ്കിൽ ഇതൊരു ബ്ലൂ ആൻഡ് ബ്ലാക്ക്. അപ്പോൾ നമുക്കിതൊരു അൺബോക്സിങ് നോക്കാം. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, എന്നാലും നമുക്കൊന്നൊരു അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ വൺ പ്ലസിൻ്റെ ബഡ്സ് 3 പ്രോ. ഇതിൽ മാറ്റ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു മാറ്റ് മാർബിൾ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വൺ പ്ലസിൻ്റെ ബഡ്സ് പ്രോ. അതിലവരുടെ ബാഡ്ജിങ് ഒക്കെ ഉണ്ട്, വൺ പ്ലസ് എന്നുള്ളത്. അതായത് ആ ഒരു മാറ്റ് ഫിനിഷിങ്ങിൻ്റെ മേലെ കൊണ്ട് നന്നായിട്ട് എടുത്ത് അറിയുന്നുണ്ട്. നമുക്കിതുകൊണ്ട് മാറ്റി വയ്ക്കാം. അടുത്തത് ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയോ. ബോക്സ് ഓൾറെഡി ഞാൻ തുറന്നതാണ്. ഇതിൽ വന്നിട്ട് നമുക്കൊരു ബഡ്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, രണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ചാർജിങ് കേബിൾ. പിന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് കേബിളിൻ്റെ, അതിൻ്റെ ഒരു റെഡ് കേബിൾ ക്ലബിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും നമുക്കിത് കൊടുത്തിട്ടുണ്ടായത്. അത് നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബഡ്സിലേക്ക് നമുക്ക് കിടക്കാം. ബഡ്സ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ, ലുക്കിംഗ് നല്ല ഒരു ഓവൽ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അതിലൊരു വൺ പ്ലസിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. മേലെ നമ്മുടെ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു സ്പേസ്, അവിടെ വേറെ കളർ കൊടുത്തിരിക്കുന്നത് ബാഡ്ജിങ്. പ്ലസ് പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പുറം വശത്ത് അടിഭാഗത്ത് ടൈപ്പ് സിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, പോർട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലസ് നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഇവിടെ ആയിട്ടൊരു ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഉണ്ടോ, ഒരു ലൈറ്റിംഗ്, ഒരു ഗ്രീൻ ലൈറ്റിംഗ്. അത് ബാറ്ററി എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ബാറ്ററി വെച്ച് കാണിക്കും. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ വൺ പ്ലസിൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് രണ്ടും ചേർത്താണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പെയറിംഗ് ആയിട്ടുണ്ട് ഓൾറെഡി, കാരണം ഞാൻ ഓൾറെഡി മൊബൈലിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പെയറിംഗ് ആണ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് പറഞ്ഞാൽ ഈച്ച് വന്നിട്ട് ഒരു 5 ഗ്രാമിൻ്റെ ഉള്ളിലാണ് വരിക. അത് ബഡ്സ് കേട്ടോ. ടോട്ടൽ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ, അതായത് കേസിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ 38 ഗ്രാം വരും. അതുണ്ടോ, 38 ഗ്രാം വരും. ലിഡൊക്കെ വേഗം ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഈസി പെയറിംഗ് ആണ്. പിന്നെ ആൻറ്റി നോയ്സ് ക്യാൻസലേഷൻ അതും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി ഫീച്ചർ നോക്കുകയാണെങ്കിൽ, ഇത് ഡുവൽ ചാനൽ, അതായത് ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റി ചെയ്യാം. ഇപ്പോൾ മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും രണ്ടിലും നമുക്ക് കണക്ട് ചെയ്തിട്ട് പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് 5.4 ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കത് ഈസി ആയിട്ടും അഡ്വാൻറ്റേജ് ആയിട്ടാണെങ്കിലും അഡ്വാൻസ് ആയിട്ടുള്ള ബ്ലൂടൂത്തിൻ്റെ എല്ലാ ഫീച്ചറും നമുക്കിതിൽ അവൈലബിൾ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ IP55 ആണ് വരുന്നത്. IP55 ആണ് വരുന്നത്. നമുക്ക് ഏകദേശം കുറച്ചൊക്കെ ഒരു വെള്ളം നനഞ്ഞാൽ പോലും അത് അധികം പ്രശ്നമായിട്ട് ഇതിൽ കാണുന്നുണ്ടാവില്ല. പിന്നെ 12.4 ടൈറ്റാസിഡർ ഡ്രൈവർ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കതിൽ എന്ത് വേണമെങ്കിലും ആൻറ്റി നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാവുന്നതാണ്. 49 ഡെസിബൽ ANC ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ANC ഫീച്ചർ നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ബഡ്സാണ് ഇത്. പിന്നെ നമ്മളിത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആപ്പ് എന്ന് പറയുന്നത് ഹേ മെലഡി. അത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഹേ മെലഡി ആപ്പാണ് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നത്. നല്ലൊരു ബഡ്സ് തന്നെയാണ്. നമുക്കൊരു ഫീച്ചറായിട്ട് ഉപയോഗിക്കാവുന്ന, ഒരു റൂമിലേക്ക് ഇടുന്ന നന്നായിട്ട് പ്രൈവറ്റ് ആയിട്ട്